അപ്പോൾ ഈ പൂച്ചക്ക് മുൻതൂക്കം എന്താ കാര്യം? UDF എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആധിപത്യം മുസ്ലിം ലീഗാണ്. അതിനകത്ത് ഒരഭിപ്രായം UDF പറയുന്നതിന് ഒരു പ്രസക്തിയില്ല. ഇത് ഹിന്ദുക്കളാണ് പറയേണ്ടത്. ഹിന്ദുക്കളെല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ട് ആഗോള സംഗമം ആവശ്യമാണെന്ന്. എന്നിട്ട് UDFിനകത്തൊരു അഭിപ്രായം പറയുന്നത് അപ്രസക്തമാണ്. വെള്ളാപ്പള്ളി നടേശൻ SNDP ജനറൽ സെക്രട്ടറി ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പ്രസ്താവന ഇറക്കി. ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ടതാണ്, സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം NSS കഴിഞ്ഞ ദിവസം NSSന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യം NSS ഉപാധ്യക്ഷനാണ് രംഗത്ത് വന്നത്, സംഗീത് കുമാർ. സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും ആഗോള അയ്യപ്പ സംഗമത്തിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നീട് അത് ചർച്ചയായി മാറുകയും ആ ചർച്ചയ്ക്ക് ശേഷം NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ തന്നെ പ്രസ്താവന ഇറക്കി. ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണക്കുന്നു, NSSന്റെ പ്രതിനിധി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറയുകയും ചെയ്തു. അതോടുകൂടി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുഖം അനാവൃതമാവുകയാണ് ചെയ്തത്. എന്താണ് ആ രാഷ്ട്രീയം? അത് ഇന്ന് മറയില്ലാതെ പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ കുറച്ച് തെറ്റായ വശവും കൂടി ഉണ്ട് എങ്കിലും അതിലൊരു കാര്യമുണ്ട്. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ കേൾക്കാം. അപ്പോൾ ഈ പൂച്ചക്ക് മുൻതൂക്കം എന്താ കാര്യം? UDF എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആധിപത്യം മുസ്ലിം ലീഗാണ്. അതിനകത്ത് ഒരഭിപ്രായം UDF പറയുന്നതിന് ഒരു പ്രസക്തിയില്ല. ഇത് ഹിന്ദുക്കളാണ് പറയേണ്ടത്. ഹിന്ദുക്കളെല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ട് ആഗോള സംഗമം ആവശ്യമാണെന്ന്. എന്നിട്ട് UDFിനകത്തൊരു അഭിപ്രായം പറയുന്നത് അപ്രസക്തമാണ്. വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ ഇത്രമാത്രമാണ്. കേരളത്തിലെ UDF സംവിധാനം എന്നത് മുസ്ലിം ലീഗിന്റെ പിടിയിലാണ്. ഇടതുപക്ഷം പറയുന്നത് മുസ്ലിം ലീഗിന്റെ പിടിയിൽ എന്നല്ല, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര നിലപാട് സ്വീകരിക്കുന്നവരുടെ പിടിയിലാണ് എന്നാണ്. മുസ്ലിം ലീഗ് എല്ലായ്പ്പോഴും മതേതര നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി UDFിനോടൊപ്പം നിൽക്കുകയും മുസ്ലിം ലീഗിൽ ആധിപത്യം പുലർത്തുകയും ചെയ്തതോടുകൂടി മുസ്ലിം ലീഗിന്റെ നിലപാടിലും തീവ്ര സ്വഭാവം കടന്നു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ വിഴുങ്ങി എന്നർത്ഥം. എന്താണോ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അത് ഏറ്റുപറയുന്നവരായി മാറിയിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ. അത്രമാത്രം മുസ്ലിം ലീഗിനെ ആശയപരമായി കീഴടക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി കോൺഗ്രസിലേക്കും ഒരു പരിധി വിട്ട് എത്തിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിന് UDF തയ്യാറാകുന്നത്, കോൺഗ്രസ് തയ്യാറാകുന്നത്. പ്രത്യക്ഷത്തിൽ ഒരു സഖ്യമുണ്ടാക്കിയാൽ അത് തിരിച്ചടിയാകും എന്ന് ഭയന്ന് പരോക്ഷമായ ഒരു സഖ്യം, അതാണ് ഇപ്പോൾ UDF മുന്നോട്ട് വയ്ക്കുന്നത്. നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമയത്താണ് രാഷ്ട്രീയ സഖ്യം വേണം എന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചത്. അതിന് വഴങ്ങുന്ന നിലപാടാണ്. ഒരു ഘട്ടത്തിൽ UDFിൽ ഘടകകക്ഷിയാക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെ അതുകൂടി ആലോചിച്ചിരുന്നു UDF. അത്രമാത്രം മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ രൂക്ഷമായ വിമർശനം ഉയർന്നു വന്ന ഘട്ടത്തിലാണ് അതിൽ നിന്ന് പുറകോട്ട് പോവുകയും ഒരു പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അടുത്ത തവണ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുക, അതല്ലെങ്കിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ചർച്ച അതിലേക്കാണ് പോകുന്നത്. അത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ പൊതുവെ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയ്ക്ക് കേരളത്തിൽ MLA സ്ഥാനം ലഭിക്കുക. കാരണം BJPയുടെ MLA സ്ഥാനം, നിയമസഭാ അംഗത്വം പൂട്ടിച്ച ചരിത്രമുണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിന്. അപ്പോഴാണ് UDF മുസ്ലിം തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നവരെ കൂട്ടുപിടിക്കുകയും മുന്നോട്ട് വരികയും ചെയ്യുന്നത്. അത് അപകടകരമായ സ്ഥിതിയിലേക്ക് പോകും. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾക്ക് വലിയ സ്വാധീനമുണ്ടാകും. ആ ഭയം SNDPക്കുണ്ട്, NSSനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ടും LDFിനെ പിന്തുണച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് NSSും SNDPയും. അത് വലിയ ഒരു മാറ്റം കേരളത്തിലുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് മൂന്നാം LDF സർക്കാർ ഇതാ കേരളത്തിൽ വരും, അതിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് എന്ന് ഉറപ്പിച്ച് പറയാനും കാരണം.